നമസ്കാരം. തൊടുപുഴ വാർത്തകൾ 19/3/2025 ബുധനാഴ്ച ഇന്ന് രാവിലെ മുനിസിപ്പാലിറ്റിയുടെ മുന്നിൽ 9:45-നാണ് പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ് വരുമ്പോൾ മുനിസിപ്പാലിറ്റിയുടെ മുന്നിലുള്ള ആദ്യത്തെ സീബ്ര ലൈനിൻ്റെ മുന്നിലാണ് ഇടിയിങ്ങോടെ നടന്നിരിക്കുന്നത്. 3 പേര് ക്രോസ് ചെയ്ത 3 പേർക്കിട്ടോ വണ്ടി ഇടിച്ച് 2 പേർക്ക് ഗുരുതര പരിക്കുണ്ട്, ആശുപത്രിയിലാണ്. ട്രാഫിക് നിയമലംഘനങ്ങൾ നടക്കുന്നതിന് ഉദാഹരണമാണ് ഈ കാണുന്നത്. ഇത് കണ്ടോ, നമ്മുടെ നടക്കാനുള്ള ക്രോസ് ലൈനിൻ്റെ മുന്നിലാണ് ഇപ്പോൾ രാവിലെ കുറച്ചു മുമ്പ് KL 38K 3595 എന്ന കാറ് ഷിഫ്റ്റാണ്. ഇതുകൊണ്ട് ഈ വരയുടെ സെൻറ്റർ ഭാഗത്താണ്, ക്രോസ് ചെയ്യണ വരയുടെ സെൻറ്റർ ഭാഗത്താണ് ഇട്ടിരിക്കുന്നത്. ഇടി കൊണ്ട് ആളുടെ രക്തം വരെ ഇവിടെ കിടക്കുകയാണ്. 3 പേരെ ഇടിച്ചു തെറിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. 2 പേരുടെ കാലിന് ഗുരുതര പരിക്കുകളുണ്ട്, ആശുപത്രിയിൽ അഡ്മിറ്റാണ്. ഒരാൾ തെറിച്ച് വീഴുകയും. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. തൊടുപുഴ പട്ടണത്തിൻ്റെ ഏറ്റവും തിരക്കേറിയ സ്ഥലത്ത് ജനങ്ങൾ ക്രോസ് ചെയ്യുന്ന മുനിസിപ്പാലിറ്റിയുടെ മുന്നിലുള്ള ഈ സീബ്ര ലൈനിൻ്റെ മുന്നിൽ വിളിച്ചാൽ വിളിപ്പുറത്തായ പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടപ്പുറയും പോലീസുകാർ വാഹനങ്ങൾ നിയന്ത്രിക്കാൻ നിൽക്കുമ്പോൾ തന്നെയാണ് ഈ ഇടി ഇവിടെ നടക്കുന്നതും. തൊടുപുഴയിൽ അടുത്ത നാളുകളിലായി അനധികൃതമായി ഓട്ടോറിക്ഷ ടൗണിക്കിടെ സമയപരിധി ഇല്ലാതെ ചീറിപ്പായുകയും ഇതുപോലെ തോന്നിവാസം ഡ്രൈവിംഗ് ചെയ്തു വരുന്നവരുടെയും എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരുന്നതിനാൽ തൊടുപുഴയിലെ ക്രമസമാധാന രീതികളും ട്രാഫിക് നിയമരീതികളും കൃത്യമായിട്ട് പാലിക്കുന്നതിൽ പോലീസിന് വീഴ്ച വന്നിട്ടുണ്ടോ എന്ന സംശയമാണ്. ദിനംപ്രതി പ്രത്യേകതരം കുറ്റകൃത്യങ്ങൾ കൂടി വരികയും ടൗണിലെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിലും വാഹനങ്ങൾ ഓടിക്കുന്നതിലും വളരെയേറെ ഗുരുതര വീഴ്ചകൾ വരുത്തിക്കൊണ്ടാണ് ടൗണിലെ ഇപ്പോഴത്തെ ട്രാഫിക് രീതികൾ. നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും KK വിജയൻ.